കസ്റ്റമറിൻ്റെ ഒരു ഫീഡ്ബാക്ക് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഞാൻ പറയുന്നതിൽ ഉപരി കസ്റ്റമർ എന്ത് പറയുന്നു എന്നറിയാൻ ഒരുപാട് പ്രേക്ഷകർ, നമ്മുടെ വ്യൂവേഴ്സ് ഒരുപാട് പേര് നോക്കും. അപ്പോൾ അതെ, ഇവരെല്ലാവരും കൂടിയിട്ടാണ് നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് ബലേനോ മോഡിഫിക്കേഷൻ ചെയ്യാൻ. അപ്പോൾ നമുക്കിന്ന് ബലേനോ വന്നിരിക്കുന്നത് കുന്നുംകുളത്ത് നിന്ന് ചെമ്മന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ നിസാർഗയുടെയാണ് ഈ ഒരു വാഹനം. അദ്ദേഹം നമ്മുടെ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ട് അതുപോലെ തന്നെ ചെയ്യാൻ വേണ്ടി, നല്ല വർക്കുകൾ ചെയ്യാൻ വേണ്ടി നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വാഹനത്തിന് നമ്മൾ അത്യാവശ്യം വേണ്ട ഒരു എക്സസറീസുകളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്നോടാണ് ചോദിക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ സൂപ്പറായിട്ടുണ്ട്. നമുക്ക് നിങ്ങളെ ഫിറ്റിങ്സ്, അതുപോലെ സീറ്റ് കവർ, നിങ്ങളെ വീഡിയോ കണ്ടിട്ട് നമ്മൾ വന്നത്, നിങ്ങളോട് നേരിട്ട് വന്നിട്ട് നമ്മൾ, അപ്പോൾ നിങ്ങളെ വർക്ക് വീഡിയോയിൽ കണ്ടിട്ട് തന്നെ നമ്മൾ വന്നത്. നിങ്ങളെ വിളിച്ച് കോൺടാക്ട് ചെയ്തപ്പോൾ നിങ്ങൾ നമുക്ക് അപ്പോയിൻമെൻറ്റ് തന്ന് അങ്ങനെ ശനിയാഴ്ച കാലത്ത് വരാൻ പറഞ്ഞ് നമ്മൾ കുന്നോളം നമ്മുടെ അടുത്ത് ചമ്മൂട് എന്ന സ്ഥലത്ത് നിന്നാണ് നമ്മൾ വരുന്നത്. 57 കിലോമീറ്ററോളം ഉണ്ട്. എന്നിട്ട് നമ്മളാണ് നമുക്ക് സാറ്റിസ്ഫൈ ആണ് നിങ്ങളെ വർക്കിൽ ഇഷ്ടപ്പെട്ട്. അപ്പോൾ നമുക്ക് ഇനി നമ്മളെ ഫ്രണ്ട്സിനൊക്കെ നമുക്ക് സജക്ട് ചെയ്യാമല്ലോ. നമുക്ക് രാവിലെ 10 മണിക്ക് തന്നു, നമുക്ക് ഏകദേശം ഒരു 6 മണി 5:30 ആകുമ്പോഴത്തേക്ക് ഫിനിഷായി. വർക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട് നമ്മൾ സാറ്റിസ്ഫൈ ആണ്. അതാണ് അടിപൊളിയാണ്. നമുക്ക് നല്ല ഡിസ്കൗണ്ട് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സമീപിക്കുക. അതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് എന്തൊക്കെ വർക്കുകൾ ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽസ് വീഡിയോ ഞാൻ കാണിച്ചു തരാം. നമുക്കിപ്പോൾ ഏറ്റവും പുതിയ ബലേനോയാണ്. അപ്പോൾ ഇതുപോലെ ബലേനോ എടുക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ ഒരു വാഹനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അതിനെ മോഡിഫൈ ചെയ്യാം, ഒരു ഐഡിയ ഇല്ലാത്ത ഇരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിത് പറയണേ. കാരണം വെച്ചാൽ നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും ഇത് ഒരുപോലെ ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. 10 ആൾക്ക് ഇത് ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ അത് വളരെ നല്ലൊരു കാര്യമാണല്ലോ. അപ്പോൾ ഇതിലേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകൾ ഞാൻ ഒന്ന് കാണിച്ചു തരാം. പ്രധാനമായിട്ട് നമ്മളിതിലേക്ക് ചെയ്തിരിക്കുന്നത്, ഈ ഒരു വാഹനത്തിലേക്ക് ഫോഗ് ലാമ്പ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിതിലേക്ക് ഒറിജിനൽ ഫോഗ് ലാമ്പ് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തു. അതിൻ്റെ വയറിങ്ങും കാര്യങ്ങളും എല്ലാം അടക്കമാണ് നമ്മുടെ ഫിറ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നത്. ഒരു ഫോഗ് ലാമ്പ് ഫിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, അതിൻ്റെ വാറണ്ടി പോകുമോ, വയർ കട്ട് ചെയ്യുമോ എന്നുള്ളതൊക്കെ. ഒറിജിനൽ അഡാപ്റ്ററുകളും അതുപോലെ തന്നെ കപ്ലർ, റിലേ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് തന്നെയാണ് നമ്മുടെ ഇതിൻ്റെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു സിൽവർ പൈപ്പിങ്ങും അതുപോലെ തന്നെ ഒരു സിൽവർ നൂല് കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ബ്ലാക്ക് ഡിസൈനിലാണ് നമ്മളിതിൻ്റെ സീറ്റിൻ്റെ വർക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് സീറ്റിൻ്റെ വർക്കുകൾ കാര്യങ്ങളെല്ലാം ചെയ്ത വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ടു കാണും. എന്നിരുന്നാലും നമ്മൾ ചെയ്യുന്ന വർക്കുകളെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കണ്ടേ. പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് ക്യൂപ്രോ മാക്സിൻ്റെ ഒരു 5D മാറ്റ് നമ്മൾ ഈ വാഹനത്തിലേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഫുൾ കവർ ചെയ്ത് കിടക്കുന്ന ഒരു 5D മാറ്റ്. പിന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ പറയാം, നമ്മുടെ ഈ ഒരു സ്റ്റിയറിംഗ് കവർ നമ്മൾ കാർബൺ സ്റ്റിയറിംഗ് ആണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കണത്. ഒരു GT പോലെ തോന്നുന്ന രീതിയിലുള്ള ഒരു സ്റ്റിയറിംഗ് കവർ നമ്മളിതിലേക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അത് ഓരോ കസ്റ്റമറുടെയും ആവശ്യപ്രകാരം തന്നെയാണ് നമ്മൾ ഓരോ ആക്സസറീസുകളും നമ്മൾ ഈ വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. കൂടാതെ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു ക്രോം ഗാർണിഷ്, ഇതുപോലെയാണ് ഒരു ക്രോം ഗാർണിഷ് വരുന്നത്. വാഹനത്തിൻ്റെ എക്സ്റ്റീരിയറിൽ എങ്ങനെയെല്ലാം ഭംഗിയാക്കാമെന്നുള്ളത് ഈ ഒരു ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. സാധാരണ ഒരു വൈറ്റ് വാഹനമാകുമ്പോൾ ഇതുപോലെയൊക്കെ ചെയ്താലേ ഒരു വാഹനത്തിൻ്റെ ഒരു റിയൽ ലുക്കിലേക്ക് എത്തുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന ഡോർ ഗാർഡ്, 4 ഡോറിലേക്ക് നമ്മൾ ഇതുപോലെയുള്ള ഡോർ ഗാർഡ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്രാന്ത് തന്നെയാണെന്ന് പറയാം എല്ലാവർക്കും. വണ്ടി പ്രാന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാന്ത് തന്നെയാണ് അല്ലേ. വണ്ടി മാത്രം അതാണ്. പിന്നെ കാണാം. തീർച്ചയായിട്ടും. ഓക്കെ, ടാറ്റാ.